സോ ഓവർ ട്രെയിനിങ് നിങ്ങളുടെ വർക്കൗട്ടിന് ശേഷം വളരെയധികം തളർന്നു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ വളരെയധികം ക്ഷീണിക്കുന്നുണ്ടോ, ബാക്കിയൊന്നും ചെയ്യാനുള്ള ശക്തി ഇല്ലാതാവുന്നുണ്ടോ? ആക്ച്വലി നിങ്ങൾ ഈ വലിയൊരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടാവും. മേ ബി അതുകൊണ്ടാവാം നിങ്ങൾ ഈ അവസ്ഥയിലാവുന്നത്. സോ എന്താണ് ഓവർ ട്രെയിനിങ് എന്നുള്ള കോൺസെപ്റ്റ്? നമുക്കറിയാം, നമ്മുടെ മസിൽ ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ ഓരോ എക്സസൈസ് അത് എത്ര സെറ്റ് അനുസരിച്ചിട്ട് എത്ര റെപ്പ് ചെയ്യുന്നുണ്ട്. ഏകദേശം 3-4 എക്സസൈസ് നമ്മൾ 3 സെറ്റ് വെച്ചിട്ടോ 4 സെറ്റ് വെച്ചിട്ടോ ടോട്ടൽ ഒരു 10 മുതൽ 20 സെറ്റ് വരെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ആക്ച്വലി ഇതിനാണ് നമ്മുടെ ട്രെയിനിങ് വോളിയം എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ പലരും പല രീതിയിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ചില ആളുകൾ ഒരു മസിലിന് വേണ്ടി തന്നെ 5-6 എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. അതും ഈ 6 എക്സസൈസിൽ 3-4 സെറ്റും ഒക്കെ ചെയ്യും. സോ നമ്മുടെ ടോട്ടൽ സെറ്റ് ഏകദേശം 15 മുതൽ 20 മുകളിലൊക്കെ സെറ്റ്സ് പോകും. സോ ഇവിടെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ മസിലിനെ ഓവർ ട്രെയിൻ ചെയ്യുന്നു. അതോടുകൂടി നമ്മളെ മസിലിനെ റിക്കവറേ ചെയ്യാൻ പറ്റുന്നില്ല. വളരെയധികം തളർന്ന രീതിയിലേക്ക് നിങ്ങൾ പോകുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഓവർ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ മസിൽ ഗ്രോത്തിന് ഒപ്റ്റിമം ആയിട്ടുള്ള റേഞ്ച് എന്ന് വെച്ചാൽ 10 മുതൽ 20 വരെ സെറ്റാണ് ഒരു മസിൽ ഗ്രൂപ്പിന്. നമ്മളിങ്ങനെ ഒരുപാട് ചെയ്യുന്നത് കൊണ്ട് ഒരു ഗുണവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഗുണം കിട്ടില്ലെന്ന് മാത്രമല്ല, ദോഷങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുന്നേ ഉള്ളൂ. പല സ്റ്റഡീസിൽ ക്ലിയർ ആയിട്ട് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒരുപാട് വോളിയം ഒരേ സെഷനിൽ തന്നെ ഉണ്ടാക്കുന്നതിനെക്കാട്ടും നല്ലത് സ്പ്ലിറ്റായിട്ട് നമ്മൾ സെഷൻസ് വെച്ചിട്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് വോളിയം കൂട്ടാം. ലൈക്ക് ഒരു സെഷനിൽ ഒരു ബോഡി പാർട്ടിന് ഏകദേശം 10 മുതൽ 20 സെറ്റാണ് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഏറ്റവും ഒപ്റ്റിമം ലെവൽ എന്ന് വെച്ചാൽ ഒരു 10ൻ്റെ റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാരണത്താലാണ് മെയിനായിട്ട് നമ്മുടെ പുഷ് പുൾ ലെഗ്സ് പോലത്തെ വർക്കൗട്ട് സ്പ്ലിറ്റ് കൂടുതൽ തിളങ്ങി വരുന്നത്. കാരണം നമുക്കറിയാം, ഒരു മസിലിന് ഏകദേശം ഒരു 8 to 10 സെറ്റ് മാത്രമേ പുഷ് പുൾ ലെഗിൽ ഒരു സെഷനിൽ അടിക്കാൻ പറ്റൂ. ആൻഡ് നമ്മൾ രണ്ടാമത്തെ സെഷനിലാണ് വീണ്ടും ആ മസിലിനെ ടാർഗറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മസിൽ ഓവർ ട്രെയിൻ ആകാതെ ഒപ്റ്റിമമായിട്ട് നമുക്ക് മസിലിനെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. ജിമ്മിൽ മിക്കവാറും ഈ മിസ്റ്റേക്ക് 90% ചെയ്യുന്നവരും ബിഗിനേഴ്സ് ആയിരിക്കും. കാരണം അവർക്ക് അറിയില്ല എത്രത്തോളം ചെയ്യണമെന്നത്. വന്നപാടെ എല്ലാവരും വിചാരിക്കുന്നത് കൂടുതൽ ചെയ്താൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. കാരണം നമ്മളെ മെൻറ്റാലിറ്റി എങ്ങനെയാണ്, നമ്മളെ ചെറുപ്പം മുതലേ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഹൈ റിസൾട്ട് കിട്ടും എന്നുള്ളത്. പക്ഷേ ഈ ബോഡി ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇത് അങ്ങനെയല്ല. നമ്മൾ ഒരു റേഞ്ചിൽ ലിമിറ്റിൽ മാത്രം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും, നല്ല പ്രോ ബോഡി ബിൽഡേഴ്സ് അതുപോലെ നല്ല ബോഡിയുള്ള ആൾക്കാരൊക്കെ 5-6 എക്സസൈസോ അല്ലെങ്കിൽ 4-5 സെറ്റോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടത്? കാരണം അവർ ഒരുമാതിരി സ്റ്റിറോയിഡ്സിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. സോ അവർക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ ഒരു വർക്കൗട്ട് ചെയ്യുന്നവർക്ക് അത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഇനി നാച്ചുറലായിട്ട് ഹൈ വോളിയം വർക്കൗട്ട് ചെയ്യുന്നവരുടെ കാര്യത്തിലാണ്, അവർ വർഷങ്ങളായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരായിരിക്കും. അവർ നിങ്ങൾ കാണുന്ന പോലെ ബിഗിനർ അല്ല. അവർ ഒരുപാട് ചെയ്ത് ശീലമായതായിരിക്കും. ആൻഡ് അവർ സർക്യൂട്ട് ചെയ്തിട്ട് ലൈക്ക് എല്ലാ പ്രാവശ്യവും ഹൈ വോളിയം ചെയ്യില്ല. അവർ ഒരു സ്പെസിഫിക് ടൈമിൽ മാത്രം ഹൈ വോളിയം ചെയ്യും. അവർ ഇപ്പോൾ ഗെയിനിങ് ഫേസ് ആണ്, അപ്പോൾ ഹൈ വോളിയം ചെയ്യും. ആൻഡ് പിന്നെ ഇതുപോലെ ആൾക്കാർ ചെയ്യുന്ന വളരെ മണ്ടത്തരാണ് കാർഡിയോ ഒരുപാട് ചെയ്യുന്നത്. ലൈക്ക് നിങ്ങൾക്ക് വളരെയധികം തളർന്നു പോകാനുള്ള ഒരു മെയിൻ റീസൺ നിങ്ങളുടെ ഓവറായിട്ട് ചെയ്യുന്ന കാർഡിയോ ആണ്. നിങ്ങളുടെ കാർഡിയോനെക്കാട്ടും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് വെയിറ്റ് ട്രെയിനിങ് ആണ്. സോ കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്യുക. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ എപ്പോഴും വെയിറ്റ് ട്രെയിനിങ്ങിന് ശേഷം മാത്രം കാർഡിയോ ചെയ്യുക. കാരണം നമ്മൾ ഫസ്റ്റ് കാർഡിയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് ഒരുപാട് കുറയും. അപ്പോൾ നമ്മുടെ ആക്ച്വലി വെയിറ്റ് ലിഫ്റ്റിങ്ങിലുള്ള പെർഫോമൻസും കുറയും. സോ അത് നമ്മുടെ മസിൽ ബിൽഡിംഗ് പൊട്ടൻഷ്യലിന് ഒരു ബ്രേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഓവർ ട്രെയിനിങ്ങിനെ കുറിച്ചും സെറ്റ്സിനെ കുറിച്ചും എക്സസൈസിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വന്നേക്കാം എത്രത്തോളം ചെയ്യണമെന്നത്. സോ ഞാൻ ചെയ്യുന്ന വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചെസ്റ്റിനും ബാക്കിനും ട്രൈസിനും ബൈസിനും ഞാൻ 3 എക്സസൈസ് വെച്ചിട്ടാണ് ചെയ്യാറ്. അത് 3 സെറ്റ് വീതം. സോ ആക്ച്വലി 9 സെറ്റ് ഇതിനൊക്കെ വരുന്നുണ്ട്. ആൻഡ് ലെഗിനും ഷോൾഡറിനും മാത്രം ഞാൻ 4 എക്സസൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഷോൾഡറിന് നമുക്ക് 3 ഹെഡ്സ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ട്രാപ്സ് കൂടി വരും. സോ 4 ആയി. ലെഗ് കുറച്ച് വലിയ മസിലാണ്, അതുകൊണ്ട് തന്നെ 4 എക്സസൈസ് ഞാൻ ചെയ്യാറുണ്ട്. ഒക്കെ 3 സെറ്റാണ് ചെയ്യാറ്. സോ ഈ രീതിയിൽ നിന്ന് എനിക്കൊരു റഫ് ഐഡിയ വന്നിട്ടുണ്ടാവും നിങ്ങൾ എത്രത്തോളം ട്രെയിൻ ചെയ്യണം, അല്ല എത്രത്തോളം നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ പാടില്ല എന്നത്. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങളൊരു പ്രോഗ്രാം നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. സോ അപ്പോൾ ഇനിയെങ്കിലും വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം 12 സെറ്റ് മാത്രം ഒരു പാർട്ടിന് വേണ്ടി ചെയ്യാൻ നോക്കുക. അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിഷ്യൽ. ഒരുപാട് എക്സസൈസിന് പിന്നാലെ പോകാതെ കുറച്ച് നല്ല ബെസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എക്സസൈസ്, നിങ്ങൾക്ക് കൂടുതൽ നല്ല ഫീൽ കിട്ടുന്ന എക്സസൈസ് ചൂസ് ചെയ്യുക. ആൻഡ് അത് മാത്രം ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്ത റിസർച്ചിൻ്റെ ലിങ്ക്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക.